കുറേ വിശേഷങ്ങൾ, നിങ്ങളുടെ പേഴ്സണൽ വിശേഷങ്ങളൊക്കെ കേട്ടു പ്രേക്ഷകർ. ഇനി നിങ്ങളുടെ സിനിമാ വിശേഷങ്ങൾ, അതായത് എനിക്കറിയാം നൂബിൻ്റെ ആഗ്രഹം മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും കൂടെ അഭിനയിക്കണം, അങ്ങനത്തെയൊക്കെ ഒരു ആഗ്രഹങ്ങളുണ്ട്. സോ എന്താണ് സിനിമയിലുള്ളൊരു പ്രതീക്ഷ, എന്തൊക്കെയാണ് മനസ്സിലുണ്ടാവുന്ന ഒരു ഡ്രീം? നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം സിനിമയാണല്ലോ. അപ്പം എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെയല്ല, എനിക്കൊരു നല്ല ലാലേട്ടൻ, മമ്മൂക്ക, അങ്ങനെയുള്ള എല്ലാവരും കൂടി ഒരു മിനിറ്റ് ആണെങ്കിലും നമുക്ക് ശ്രദ്ധിക്കുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിൽ എനിക്ക് അത്രയും ഭയങ്കര സന്തോഷം എനിക്ക് വന്നായിരുന്നു. പക്ഷെ അതെല്ലാം ഇങ്ങനെ ചെറിയ മനസ്സിലായി. അപ്പം അന്നേരത്തേക്കും എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞു ആദ്യമേ കയറുമ്പം ഇച്ചിരി നല്ലൊരു മൂവിയിലാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു നല്ല ടീമിന്റെ കൂടെ കുഞ്ഞു ക്യാരക്ടർ ഒരു മിനിറ്റ് ആണെങ്കിലും മതി. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കുമല്ലോ. നാട്ടുകാരുടെ സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? നാട്ടുകാർ നല്ല സപ്പോർട്ടാണ്. ഇപ്പം അതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ഇപ്പം ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പം എൻ്റെ കൂട്ടുകാരൻ കൂടെ ഉണ്ടായിരുന്നു, അവനിവിടെ ഉണ്ട്, ബിനു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണെങ്കിലും അവനും ഒരു ചാൻസ്. കാരണം എന്ന് പറഞ്ഞാൽ അവന് ഞാൻ പറയാം ക്യാമറ, അവൻ ഡയറക്ടറാണ്, എല്ലാതെ അവന് അറിയത്തില്ലാത്ത ഒരു പരിപാടിയില്ല. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കും ഒരു അവസരം കിട്ടിയത്. അപ്പൊ നാട്ടുകാരൊക്കെ ഹാപ്പിയാണ്, അവരെല്ലാരും ഈ സീരിയൽ സ്ഥിരമായി കാണുന്നതുകൊണ്ട് ആരാധകരാണ്. ഞങ്ങളുടെ ആ പ്രദേശത്ത് അത്യാവശ്യം ഞാനും ഇങ്ങനെ 1-2 പേരേ ഉള്ളൂ. അപ്പൊ അവർക്ക് എനിക്കൊക്കെ അന്നേരം ഭയങ്കര അത്ഭുതമാണ്. ആൾക്കാർ ആ സീരിയലിലുള്ള ഒരാൾ ശരിക്കും ആ ആളാണ് ഞാൻ ഓർത്തോണ്ടാണ് ഇരിക്കുന്നത്. എപ്പോഴെങ്കിലും പാട്ട് പഠിക്കണം തോന്നിയിട്ടുണ്ടോ? പാട്ടല്ല, എനിക്ക് ഡാൻസ് പഠിക്കണം തോന്നിയിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങനത്തെ പ്രോഗ്രാമിന് ചെന്നിട്ടേ ഒന്നും ചെയ്യാതെ വന്നപ്പോഴത്തേക്ക് പക്ഷെ അതായത് ഡാൻസ് പഠിക്കണമെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് വലിയ പ്രായം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അതായത് ഒരു റിതം സെൻസ് ഉണ്ടെന്നുള്ളത് നമ്മളിപ്പോൾ 2 പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പൊ ചെറുതായിട്ടൊരു ഫ്ലെക്സിബിലിറ്റി കൂടി വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പൊ എത്രയും പെട്ടെന്ന് ഒരു ഡാൻസ് ഒക്കെ പഠിച്ചിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിന് വിളിക്കുമ്പോൾ മൈക്കിൾ ജാക്സന്റെ ഒരു പെർഫോമൻസ് തന്നെ നൂബിന്റെ ഭാഗത്ത് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നീനുവിന് എന്താണ് ആൾക്കാർ സത്യ എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം, നീനു എന്ന് വിളിക്കുന്നതാണോ? വീട്ടിലെന്താ വിളിക്കുക അമ്മ? വീട്ടില് നീനു തന്നെ വിളിക്കുക. എന്റെ ശരിക്കുള്ള പേര് മെർഷീന നീനു എന്നാണ്. മീനിങ് സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല. അറബിക് നെയിം ആണ് അറബിക് നെയിം. അതെ, പക്ഷെ രസമുണ്ട്. പക്ഷെ എനിക്ക് ക്യാരക്ടറിന്റെ പേര് പറഞ്ഞ് വിളിക്കുന്നതാണ് ഇഷ്ടം. ഇപ്പൊ നമുക്ക് ഷൂട്ടിലാണെങ്കിലും ലൊക്കേഷനിലാണെങ്കിലും ഇപ്പൊ നമ്മൾ ഷോട്ടിന് വിളിക്കുമ്പോൾ നീനു എന്ന് പറഞ്ഞ് വിളിക്കുന്ന എല്ലാവരും എനിക്ക് ക്യാരക്ടറിന്റെ പേര് പറഞ്ഞ് വിളിക്കുന്നത് തന്നെയാണ് എനിക്ക് ഇഷ്ടം. ലൊക്കേഷൻ മിസ് ചെയ്യുന്നുണ്ടോ ഇപ്പൊ? ലൊക്കേഷനിലേറെ എനിക്ക് ക്യാരക്ടർ മിസ് ചെയ്യുന്നുണ്ട്. ക്യാരക്ടർ കാരണം നമ്മൾ മുന്നോട്ട് ഇനിയും ഒരുപാട് എക്സ്പെക്ടേഷൻ ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് തീർന്നു. ഇപ്പോൾ ഇപ്പോഴും പഴയ വീഡിയോസും അല്ലെങ്കിൽ ആ സീൻസ് ഒക്കെ കാണുമ്പോൾ ആ ക്യാരക്ടറിന്റെ ആ ഫീൽ ഇപ്പോഴും ഉണ്ട്. അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട്. അതെ, ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ്. തമിഴൊക്കെ അങ്ങനെ എന്തെങ്കിലും പ്ലാനിങ് നടന്നിരുന്നു? അതായത് സത്യ എന്ന പെൺകുട്ടി അല്ല, ആക്ച്വലി അത് തമിഴിൽ നിന്നാണ് മലയാളത്തിലേക്ക്. എങ്ങനെയാണ് നീനുവിന്റെ എന്തെങ്കിലും തമിഴ് പ്രോജക്ട്സ് ചെയ്തിരുന്നോ? മൂവി ഒക്കെ ചെയ്തിരുന്നോ? ഞാൻ മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴല്ല. ഞാനത് 10th പഠിക്കുന്നത്. ഒരു 7 years ആയി എങ്ങനെ നോക്കിയാലും ഇപ്പം അത് കണ്ട. ബിഗിനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അങ്ങനെ വലിയ മൂവീസ് ഒന്നും ആയിരുന്നില്ല. നമ്മൾ വിചാരിച്ച റിലീസായെങ്കിൽ പോലും അങ്ങനെ വിചാരിച്ചൊരു ഹൈപ്പ് ഒന്നും വന്നിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നീട് സിനിമ ഒരുപാട് ട്രൈ ചെയ്തെങ്കിലും നമ്മൾ വിചാരിച്ച പോലെ ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയില്ല. ഒരു സിനിമ നമുക്ക് നമ്മുടെ തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ സിനിമ വരും. അപ്പം അങ്ങനെ വരട്ടെ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അതാണോ അതിൽ നമ്മൾ